ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയലും 1 മീറ്റർ പ്ലെയിൻ ആയിട്ടുള്ള നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 10 മാസമായിട്ടുള്ള കുഞ്ഞിൻ്റെ അളവിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പ്രായത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തണം. ലൈനിങ് തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ലൈനിങ് തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. 12 ഇഞ്ചാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് താഴ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനും 1.5 ഇഞ്ച് മുകൾ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 30 ഇഞ്ചാണ്. ഇനി ഈ തുണിയുടെ താഴ് ഭാഗം റോങ് സൈഡിലേക്ക് ചെറുതായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഈ ലൈനിങ് തുണിയുടെ മുകൾ ഭാഗത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ 1.5 ഇഞ്ച് തുണിയിൽ ഫുള്ളായി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തുണിയുടെ റോങ് സൈഡിലേക്ക് ആദ്യം 1/2 ഇഞ്ചും പിന്നീട് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗവും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ താഴ് ഭാഗവും മുകൾ ഭാഗവും റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ തുണിയുടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 13 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി 5 മീറ്ററോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ പീസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തുണി ജോയിൻ്റ് ചെയ്ത് ഒറ്റ പീസാക്കി എടുത്താൽ മതി. എന്നിട്ട് ഈ നെറ്റിൻ്റെ തുണിയുടെ മുകൾ ഭാഗത്ത് കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. ലൈനിങ് തുണിയുടെ നല്ല വശം മുകളിലാവുന്ന പോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഈ ലൈനിങ് തുണിയുടെ നല്ല വശത്തേക്ക് ഈ ഫ്രില്ലിട്ട നെറ്റിൻ്റെ തുണിയുടെ മോശം വശമാണ് ചേർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ ജോയിൻ്റ് വരുന്ന ഭാഗമാണ് ഈ നെറ്റിൻ്റെ തുണിയുടെ റോങ് സൈഡ്. അത് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കണം. എന്നിട്ട് ഈ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് കയറ്റി വെക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നെറ്റിൻ്റെ ഈ ഫ്രില്ലിട്ട ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും വെക്കണം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മുകൾ ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 1/4 ഇഞ്ച് വിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 1/4 ഇഞ്ച് വിട്ടിട്ടുള്ളത്. എലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ ആ ഒരളവാണ് ഇവിടെ വിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് ചെസ്റ്റിൻ്റെ അളവിൽ നിന്നും 2-3 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ്. ഞാനിവിടെ 16 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഈ എലാസ്റ്റിക്കിനെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് ഉള്ളിലേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിക്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എലാസ്റ്റിക് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗം ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നെറ്റിൻ്റെ തുണിയും ഈ ലൈനിങ് തുണിയും സെപ്പറേറ്റ് ആയിട്ടാണ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന ആ ഒരു സ്ട്രാപ്പിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ പീസിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. 2.5 ഇഞ്ചാണ് ഒരു സൈഡിലേക്ക് വേണ്ടത്. അപ്പോൾ 2 സൈഡിലേക്കും കൂടെ 5 ഇഞ്ച് വേണം.
ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് വീതം 2 സൈഡും ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. ഇനി ഈ തുണിയുടെ നല്ല വശം ഉള്ളിലാവുന്ന പോലെ രണ്ടായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി ഈ ഒരു സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 പീസ് തുണിയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതിൻ്റെ നല്ല വശം ഒന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 പീസ് തുണിയുടെയും നല്ല വശം മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രില്ലിട്ട ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നെറ്റിൻ്റെ പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ നെറ്റിൻ്റെ പീസ് തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 2 ഇഞ്ചാണ്. ഈ തുണിയുടെ പീസിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രാപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പിൻ്റെ രണ്ടറ്റത്ത് നിന്നും 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു ഫ്രില്ലിട്ട തുണി അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രോക്കുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കണം. ഫ്രോക്കിൻ്റെ റോങ് സൈഡിലേക്ക് ഈ ഒരു സ്ട്രാപ്പിൻ്റെ 1/2 ഇഞ്ച് വിട്ടിരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 സ്ട്രാപ്പും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. നല്ല എളുപ്പമാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും